ഇന്നൊരു അടിപൊളി സോയാബീൻ ഫ്രൈ ആയാലോ. സോയാബീൻ കഴുകി ചൂടുവെള്ളത്തിൽ പുതിർത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതാണ് ഇത്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇനി ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്തെടുത്ത സോയാബീൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച സോയാബീൻ ഫ്രൈ ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ.